മുസ്ലിമീങ്ങൾക്ക് നൽകിയ പ്രത്യേകതകളൊന്നും നിനക്ക് പേടിയില്ല എന്നുള്ളതാണ്. അവർ നിർഭയത്വത്തിലാണ്. നിങ്ങൾക്ക് നിർഭയത്വം മനസ്സിലാവും. ഇന്ന് സഹോദരങ്ങളെ, തൗഹീദ് നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾക്ക് ഈ നിർഭയത്വം അനുഭവിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോഴെങ്കിലും ചിലർ വിചാരിക്കണല്ല നമ്മൾ ഒരു തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്. ശരിക്കും ചെയ്യുന്നവനെ കുറിച്ച് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്. നിങ്ങൾക്കത് മനസ്സിലാകണമോ? മുസ്ലിമീങ്ങൾ പടയാളികൾ റോമയുടെയും പേർഷ്യയുടെയും കൊട്ടാരങ്ങളുടെ വാതിലുകൾ മുട്ടിയപ്പോൾ, ആ രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾക്ക് മുന്നിൽ ചെന്ന് നിന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്. ഇത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ മരണത്തെ പേടിക്കുന്നത് എത്ര ശക്തമായാണ്, അത്ര ശക്തമായി മരണം ആഗ്രഹിക്കുന്ന ഒരു പടയുമായി ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരും. മുസ്ലിമും അല്ലാത്ത തമ്മിൽ വ്യത്യാസമല്ല. നിങ്ങൾ മരണം എത്ര പേടിക്കണോ അത്രയും മരണം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾക്കൊപ്പമുള്ളത്. ഇവിടെ ഹുർമുസാനാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. പേർഷ്യക്കാരുടെ രാജാവ് അവരുടെ അരികിൽ സേനാനായകന്മാർ വന്ന് എങ്ങനെ നേരിടണമെന്ന് ചർച്ച നടത്തിയപ്പോൾ അയാൾ പറഞ്ഞു, എങ്ങനെ ഇവരെ നേരിടും? നമ്മൾ മരണത്തിൽ നിന്ന് എത്ര വേഗതയിലാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, അത്രയും വേഗതയിലാണ് അവർ മരണത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ജനതയെ എങ്ങനെ നമ്മൾ പരാജയപ്പെടുത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് അസുഖങ്ങൾ പിടികൂടും. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള പ്രേമമാണ്, രണ്ട് മരണത്തോടുള്ള വെറുപ്പാണ്. എന്താ നമ്മുടെ അവസ്ഥ? ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ഥിതി എന്താണ്. മരണമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്ന് വേർപ്പൊഴുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ അവസ്ഥ എന്താണ്? ദീനുമായിട്ട് വേർപ്പൊഴു മരിക്കുന്നു വേണ്ട, കുറച്ച് വേർപ്പൊഴിക്കാൻ മതി. എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മെ ബാധിച്ച പ്രയാസങ്ങൾക്ക് നമ്മൾ ശത്രുക്കളെ കുറ്റം പറയേണ്ടതില്ല, നമ്മളെ കൊണ്ടുണ്ടായതാണ്. അവലമ്മ അസാബത്കും മുസീബത്തുൻ അത് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്ന ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും. നിങ്ങൾക്ക് പ്രയാസം ബാധിച്ചപ്പോൾ നിങ്ങൾ പറയുന്നു, എങ്ങനെ ഇത് സംഭവിച്ചു? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, നിങ്ങളിൽ നിന്നുണ്ടായതാണ്, നിങ്ങളിൽ നിന്ന് സംഭവിച്ചതാണ്. സഹാബിയോട് പറഞ്ഞു വാക്കാനാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ശിർക്കാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, അവിടത്തേക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏതാണ്? ശിർക്കാൻ. അതോടെ നോക്കൂ, നിങ്ങൾ ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം സംഭവിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ദേഷ്യം കടുത്തതായിരുന്നു. ജാത്തുൻ മാത്തിന്റെ ഹദീസ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മരത്തിനടുത്ത് മാഷാ അല്ലാഹു വശിയത എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ദേഷ്യം പിടിച്ചത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടുത്തെ പ്രതികരണത്തിന്റെ ശക്തി നിങ്ങൾക്ക് പ്രകടമായി മനസ്സിലാക്കും.